ജയരാജനെ പുകഴ്ത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വർഗീയതയ്ക്കെതിരെ പോരാടിയ വ്യക്തിയാണ് പി ജയരാജൻ. കെ രാഗേഷ് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ ചില മതവിഭാഗത്തിനെതിരെയാണെന്ന് പ്രചരിപ്പിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച ജയരാജന്റെ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു പിണറായി വിജയൻ. സ്വന്തം ശരീരം കൊണ്ടും ജീവൻ കൊണ്ടും കൂടി സംഘപരിവാറിനെതിരെ എല്ലാ വർഗീയ ശക്തികൾക്കുമെതിരെ പൊരുതി നിന്ന ചരിത്രമാണ് ജയരാജനുള്ളത്. ഈ സഖാവ് സ്വശരീരം കൊണ്ട് അനുഭവിച്ച വ്യക്തിപരമായ ആക്രമണങ്ങൾ കൂടെ മനസ്സിൽ വെച്ച് നോക്കിയാൽ ഈ പുസ്തകം എഴുതാൻ ഈ ജീവിതം ബാക്കിയായി എന്നത് തന്നെ അങ്ങേയറ്റത്തെ യാദൃശ്ചികതയാണ്. സഖാവ് രാഗേഷ് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ പറഞ്ഞ കാര്യം അതേതോ ചില ജനവിഭാഗങ്ങൾക്കെതിരെയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ചില നടത്തുന്ന ശ്രമങ്ങൾ ഇന്നലെ തന്നെ കാണാൻ കഴിഞ്ഞതാണ്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ ഈ പി ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകരചനയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ ഒരു ക്ഷേത്രത്തിൽ വന്നതും വലിയ വിവാദമാക്കിയിരുന്നു BJP. ആ വിഷയത്തിലൊക്കെയാണോ ഇപ്പോൾ പിണറായി വിജയൻ പ്രസംഗിച്ചിരിക്കുന്നത്? പി ജയരാജനെ പിണറായി വിജയൻ പുകഴ്ത്തുന്നു എന്ന ഒരു കൗതുകം കൂടി. വിജയനും പി ജയരാജനും ഒരു കാലത്ത് രണ്ട് തട്ടിലാണ് പാർട്ടിയിൽ എന്നുള്ള ഒരു വിമർശനങ്ങൾ ശക്തമായി തന്നെ നിലനിന്നിരുന്നു. പി ജയരാജനെ ഇത്തരത്തിൽ ഒതുക്കിയത്, രാഷ്ട്രീയപരമായ ജില്ലാ സെക്രട്ടറി പദവം പോലും തിരിച്ചു നൽകാത്തത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഒരു കാലത്ത് പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ പാർട്ടി അണികൾക്കിടയിലെങ്കിലും അത് വലിയ രീതിയിൽ ചർച്ചയായതാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തുന്നത്. ഇന്നിപ്പോൾ പി ജയരാജന്റെ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. RSSും അതുപോലെ തന്നെ BJPയും ഒക്കെ പി ജയരാജനെ അതിരൂക്ഷമായ രീതിയിൽ തന്നെ കടന്നാക്രമിച്ച കാര്യങ്ങളെല്ലാം പരാമർശിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. എന്തായാലും പിണറായി വിജയൻ പി ജയരാജനെ പുകഴ്ത്തുന്നത് ഒരു രാഷ്ട്രീയ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ആർക്കും ഒരു സംശയമില്ല. കാരണം വ്യക്തിപൂജ വിവാദവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ പി ജയരാജൻ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളാണ്. ആ ഘട്ടത്തിൽ പി ജയരാജനെതിരെ നിലകൊണ്ടത് പിണറായി വിജയനാണ് എന്നുള്ള ഒരു ധ്വനി പാർട്ടി അണികൾക്കിടയിലും പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിലുമെല്ലാം ഉണ്ട്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പി ജയരാജനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം, പി ജയരാജനെ പോലുള്ള നേതാക്കളാണ് പാർട്ടിയിലെ അണികൾ ആവശ്യപ്പെടുന്നത് എന്നുള്ള ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടതും കണ്ടതാണ്. അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ പിണറായി വിജയൻ പി ജയരാജനെ പൂർത്തി രംഗത്തെത്തുന്നത് എന്നുള്ളതും വളരെ കൗതുകമുണ്ടാക്കുന്നുണ്ട്. സ്മൃതി. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.